എന്ന് ഗസ്സാൻ രാജാവിന്റെ ഉരുപ്പടി കയ്യിൽ കിട്ടിയപ്പോൾ തീജ്വാലകളിലേക്ക് എറിഞ്ഞുകൊടുത്ത് അത് കത്തിച്ചു കളഞ്ഞ് തൻ്റെ ഈമാനിന് ഭ്രമം വരുത്തുന്ന എല്ലാ പ്രലോഭനങ്ങളെയും കരിച്ചു കളയുകയായിരുന്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആലോചിക്കണം, 50 ദിവസം ബഹിഷ്കരണം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് വന്ന ഫിത്നയായിരുന്നു ഈ കത്ത്. മഹാനവറുകൾ അതിനെ അതിജീവിച്ചില്ലേ? സത്യസന്ധതയിൽ പിടിച്ചു നിന്നു. 50 ദിവസം പൂർത്തിയാവുകയാണ്. വീടിന്റെ മുകളിൽ, മട്ടുപ്പാവിന്റെ മുകളിൽ കഅബ് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ രാവിലെ ഇരിക്കുമ്പോ ആരും ഉണ്ടായില്ലല്ലോ. ഭാര്യയോട് പോലും വീട്ടിലേക്ക് പോകാനാ പറഞ്ഞ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഖദ് ളാഖത് അലയ്യ നഫ്സി, എൻ്റെ മനസ്സുപോലും എനിക്ക് സങ്കുചിതമായി തോന്നി. ചുറ്റുപാടിൽ അയൽവാസി പോലും, എൻ്റെ കളിക്കൂട്ടുകാരനായ അബൂ ഖതാദ പോലും, എൻ്റെ ഭാര്യ പോലും എന്നോട് മിണ്ടാനില്ലാതെ എന്തൊരു ജീവിതമാണെന്ന് ആലോചിച്ച് ഞാൻ വിഷമിച്ചിരുന്നു. എന്നാലും അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുമെന്നല്ലേ എൻ്റെ ഈമാനും എൻ്റെ ക്ഷമയും എൻ്റെ സത്യസന്ധതയും അള്ളാഹു പരീക്ഷിക്കുകയാണെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ കഅബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൽ നിന്ന് ഒരു വിജയം വരും, അള്ളാഹു മഗ്ഫിറത്ത് തരും, അള്ളാഹു പാപമോചനം സ്വീകരിക്കും എന്ന് മഹാനവറുകൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ആരോ ഒരാൾ മദീനയുടെ പരിസരത്തുള്ള മലമടക്കുകളാണ്. ജബലുസ്സൽഇന്റെ മുകളിൽ നിന്ന് ഒരാൾ ഇതാ ഉറക്കെ വിളിച്ചു പറയുന്നു, യാ കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു മാലികേ, അബ്ശിർ ബിയൗമിൻ മർറ അലൈക മുൻദു വലദത്ക ഉമ്മുക. നിങ്ങളെ നിങ്ങളുടെ ഉമ്മ പ്രസവിച്ചയിടം മുതൽ ഇന്നേ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം നിങ്ങൾക്കിതാ ഇന്ന് വന്നിരിക്കുകയാണ്. വിഷയം പറഞ്ഞില്ല, എനിക്ക് ഉറപ്പായി ഇത് അല്ലാഹുവിൻ്റെ വഹി ഹബീബിന് വന്നിരിക്കുകയാണ്. ഫഖറർതു സാജിദാ, ഞാൻ സുജൂദിൽ വീണു, അല്ലാഹുവിൻ്റെ ശുക്റിൽ വീണു. അല്ലാഹുവേ നിനക്ക് നന്ദി, റബ്ബേ നിനക്ക് നന്ദി. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിലേക്ക് ഞാൻ കയറി വന്നതിന് ശേഷം എനിക്ക് ഇത്രമേൽ പ്രാധാന്യമുള്ള ഒരു സംഭവം ജീവിതത്തിലില്ല. എൻ്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ച ഈ ദിവസത്തേക്കാൾ, ഈ സന്തോഷ വാർത്ത വന്ന ഈ നാളിനേക്കാളും അതിമനോഹരമായ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് മാപ്പാക്കി, അള്ളാഹു മാപ്പ് തന്നിരിക്കുന്നു എന്ന വിഷയം വന്നപ്പോ എനിക്ക് സന്തോഷം പറഞ്ഞു തരാൻ ഓടി വന്ന സ്വഹാബിക്ക് വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ഒന്നും കിട്ടിയില്ല. ഞാൻ എൻ്റെ കുപ്പായ ഊരിയിട്ടാണ് കൊടുത്തു, ഇതേ എൻ്റെ കയ്യിലുള്ളൂ, ഇത് നീ കൊണ്ടുപോയിക്കോ, എനിക്ക് സന്തോഷം കൊണ്ടൊന്നും തരാനില്ലാത്തത് കൊണ്ടാ ഇത് നീ കൊണ്ടുപോകാൻ ഇട്ട കുപ്പായ ഊരി കൊടുത്തു. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ഓടി ഹബീബിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് മസ്ജിദിൽ ഇരിക്കുകയാണ്, സ്വഹാബിമാര് മുമ്പിൽ ഇങ്ങനെ സദസ്സിലിരിക്കുന്നുണ്ട്. ഞാൻ അതിനിടയിലൂടെ വന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കി. അപ്പോഴാണ് മുഹാജിരീങ്ങളിലെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ ത്വൽഹ റളിയല്ലാഹു അൻഹു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു, കഅബേ നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ, അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി, അല്ലാഹു നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. കഅബ് പറയാ, ഒരൊറ്റ മുഹാജിറും വേറെ എണീറ്റില്ല, ത്വൽഹ തങ്ങൾ മാത്രമേ എൻ്റെ അരികത്തേക്ക് ഓടി വന്നുള്ളൂ. അതുകൊണ്ട് വല്ലാഹി മാ അൻസാ ലി ത്വൽഹ, ത്വൽഹ റളിയല്ലാഹു അൻഹു എന്നോടാ കാണിച്ചത് ഞാൻ മറക്കില്ല എന്ന് മഹാനായ കഅബ് തങ്ങൾ ആദ്യം മഹാനവറുകളെ കെട്ടിപ്പിടിക്കാൻ. അതിന് മുമ്പ് എങ്ങനെ ആരും സലാം പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞു മിണ്ടരുത്, ആരും മിണ്ടിയില്ല. തങ്ങൾ പറഞ്ഞു മിണ്ടിക്കോളൂ. സ്വഹാബികൾ പിന്നെ വരവായി, ഓരോരുത്തരും. കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സന്തോഷ വാർത്ത, നബി തങ്ങൾക്ക് വഹി കിട്ടി എന്ന വിവരം ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്ന് പറയാൻ നിൽക്കുമ്പോ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ ഒരാൾ എന്നോട് ഇത് വന്ന് പറഞ്ഞല്ലോ, അത് മറ്റാരുമല്ല, സാബിഖു ഇലൽ ഖൈറാത്ത്, എല്ലാ നന്മകളിലേക്കും ഓടിച്ചെല്ലുന്ന മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് എപ്പോന്നറിയോ? രാത്രിയിൽ തന്നെ കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഓടിച്ചെന്ന് കണ്ടു എന്നാണ്. സ്വഹാബികൾ എല്ലാവരും അറിയുന്നതിന് മുമ്പ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ചെന്ന് കാണുന്നു. ഒരാൾ ആദ്യം വിളിച്ചു പറഞ്ഞു, കഅബയെ സന്തോഷിച്ചോളൂ,
പിന്നെ ഓടി വരുന്നത് സിദ്ദീഖ് എന്നവരാ റളിയല്ലാഹു അൻഹു. നോക്കണേ, സന്തോഷം പറയാൻ ഓടിച്ചെല്ലാൻ. ഒരു കുട്ടിയുടെ കല്യാണമുണ്ട്, കല്യാണം ശരിയായിട്ടുണ്ട്, ആ വീട്ടുകാരെ ചെന്ന് നമുക്ക് അഭിനന്ദിക്കാം. അവിടെ ഒരു കുട്ടി ഹാഫിളായിട്ടുണ്ട്, അവിടെ ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ട്, അവിടെ അവരുടെ വിവാഹ ദിവസമാണ്, അവരെ ആശീർവദിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. മുസ്ലിം ഒറ്റക്കാകുമ്പോൾ ദുർബലനാണ്, നമ്മൾ ഒരുമിച്ചാകുമ്പോൾ നമുക്ക് ശക്തിയുണ്ട്. നമ്മൾ ഒരുമിച്ചാകുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കും. കൂടെ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് വലിയ ആനന്ദമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാരോട് നിങ്ങളൊക്കെ ചെന്ന് തഅസിയത്ത് ചെയ്യണം. 3 ദിവസം അസാഇന്റെ അവസരമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു പോകുമ്പോൾ ആ വീട്ടുകാരെ നിങ്ങളൊക്കെ ചെന്ന് ആശ്വസിപ്പിക്കണം. ഞങ്ങളില്ലേ നിന്റെ കൂടെ, നീ വിഷമിക്കാതിരിക്കേ, നമ്മളൊക്കെ യാത്രയാവണ്ടേ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉമ്മ പോയി അല്ലെങ്കിൽ വാപ്പ പോയി, അള്ളാഹുവിൻ്റെ അടുത്തുള്ളതല്ലേ അവർക്ക് നല്ലത് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും കൂടെയുള്ളവരും കൂടെ പഠിച്ചവരും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ ആശ്വാസമല്ലേ. സന്തോഷവും അങ്ങനെയാണ്, സന്തോഷവും അങ്ങനെയാണ്. സന്തോഷത്തിന് അവസരം കൊടുക്കേണ്ടത്. കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെ, വിവാഹം കുട്ടികളുടെ കല്യാണമൊക്കെ ആയി റെഡിയാവാന്ന് പറഞ്ഞാൽ വലിയ ഇടങ്ങേറാണ്. നാട്ടുകാർ എത്ര മുടക്കികളുണ്ടാവും, കല്യാണ മുടക്കികൾ. ഈ കല്യാണ മുടക്കികളൊക്കെ മറികടന്നിട്ട് വേണ്ടേ അത് ശരിയായി കിട്ടണമെങ്കിൽ. യാ അല്ലാഹ്, പടച്ചോൻ നമ്മൾ അങ്ങനെ ആവരുതേ. ദയവ് ചെയ്തിട്ട് അനാവശ്യമായിട്ട് ഒരു പുതിയാപ്പളുടെയോ പുതിയണ്ണിൻ്റെയോ വിഷയം നിങ്ങളോട് അന്വേഷിച്ചാൽ സത്യസന്ധമായി ഉള്ളത് പറയാം, അതിന് കുഴപ്പമില്ല വിവാഹം ആലോചിക്കുമ്പോൾ. പക്ഷെ ഇല്ലാത്തത് കൂട്ടി പറയണ്ട. ചിലരെന്ത് പറയുന്നറിയോ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ആ വീട്ടിലേക്കാ. എന്താ വിഷയം? ഒരു കല്യാണം ആലോചിക്കാനാ. ഓ, എന്നാ പിന്നെ നല്ലോ അന്വേഷിച്ചിട്ട് ചെയ്തേക്കിട്ടോ. അത് പറഞ്ഞാൽ പിന്നെ ആ പോക്കാണ് ആ കുടുംബം എന്നതിൻ്റെ അർത്ഥം. പിന്നെ ഈ സാധുക്കൾ ഇടങ്ങാറായില്ല, കണ്ണൂരിൽ നിന്ന് വന്നാക്കാനാ, കാസർഗോഡ് നിന്ന് വന്നായിരിക്കും. ഈ ഒരൊറ്റ ഡയലോഗ്, സംഗതി ഒന്നും ഉണ്ടാവില്ല. ഇയാൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, കല്യാണം മുടക്കിയാക്കാരം പേര്. അങ്ങനെ കല്യാണം മുടക്കിയ പേരിൽ ആൾക്കാരുണ്ട് അവിടെ? ഇല്ലല്ലോ. ഒന്നും ചെയ്യരുത്, ദയവ് ചെയ്ത്. ഒരു നാവ് കൊണ്ടുള്ള ഒരു വാക്കുകൊണ്ട് എത്ര മുറിവുകളാണ് ചില കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ മരിക്കുന്നതിന് മുമ്പ് അത്തരം ആളുകൾ അനുഭവിച്ചിട്ടേ മരിക്കുള്ളൂ. അത് ശരിക്കും ഓർത്ത് വെച്ചോളൂ. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിനെ വേദനിപ്പിച്ചാൽ ആ വേദനയ്ക്ക് ഇരട്ടി വേദന അള്ളാഹു തിരിച്ചു കൊടുക്കും. അത് എപ്പോഴും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ആർക്കും എന്തും ഇവിടെ എഴുതി വിടാനും പറഞ്ഞു വിടാനും പറയാനും ഒക്കെ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. 1947 ശേഷം ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിച്ചാൽ അതിൻ്റെ വേദന കടിച്ചിറക്കാതെ, കയ്പുനീരനുഭവിക്കാതെ ദുനിയാവൊന്നും പോകാൻ കഴിയില്ല. കഅബ് റളിയല്ലാഹു അൻഹു പറയാ, സ്വഹാബിമാർ ഓരോരുത്തരും എന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ ഞാൻ വന്നിരുന്നു. 50 ദിവസങ്ങൾക്ക് മുമ്പ് ഹബീബിനെ ഞാൻ കാണുമ്പോൾ തബസ്സുമ മുഗ്ളബിൻ, ദേഷ്യപ്പെട്ട ഒരാൾ പുഞ്ചിരിക്കുന്ന ഒരു പുഞ്ചിരിയാണ് ഹബീബിന്റെ മുഖത്ത് കണ്ടത്. ഇപ്പോഴാണെങ്കിലോ ഫഹുവ യബ്രിഖു സുറൂറാ വജ്ഹുഹു കഅന്നഹു ഫിൽഖതു ഖമർ. ഇപ്പൊ ഹബീബിന്റെ മുഖം പൂർണ്ണ ചന്ദ്രന്റെ നിലാവെളിച്ചം പോലെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ട്. സന്തോഷം കൊണ്ട് ആ ഹബീബിന്റെ മുഖത്ത് തെളിച്ചമുണ്ട്, വെളിച്ചമുണ്ട്. എന്നോട് പറയുന്നു, അബ്ശിർ യാ കഅബ്, സന്തോഷിക്കണേ കഅബേ, സന്തോഷിച്ചോളൂ. ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദത്ക ഉമ്മുക്. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞ വാക്ക്, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചേടം മുതൽ ഇന്നേ വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസമാണിത്. അപ്പൊ മനസ്സിലായി, അള്ളാഹു സ്വീകരിച്ചു, അള്ളാഹു പൊരുത്താക്കിയിട്ടുണ്ട്. അപ്പോ കഅബ തങ്ങൾ ചോദിച്ചു, നബിയേ, അമിൻ ഇൻദിക യാ റസൂലല്ലാഹ് അം മിൻ ഇൻദില്ലാഹ്, ഇത് അങ്ങയിൽ നിന്നുള്ളതാണോ നബിയേ, അതല്ല ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണോ എന്ന് മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു. നബിയേ, ഇത് അങ്ങയുടേതാണോ അല്ല അല്ലാഹുവിൽ നിന്നുള്ളതാണോ? വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫൂ, തബൂക്കിലേക്ക് വരാൻ കഴിയാതെ മാറി നിന്ന 3 പേരോട് അല്ലാഹു തൗബ ചെയ്തിരിക്കുന്നു, തൗബ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ. ബൽ മിൻ ഇൻദില്ലാഹ്, കഅബേ ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ثم تاب الله عليهم ليتوبوا إن الله هو التواب الرحيم. ثم تاب عليهم ليتوبوا, അല്ലാഹു അവരുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു, അല്ലാഹു അവർക്ക് പശ്ചാത്താപം നൽകിയിരിക്കുന്നു, അവരല്ലാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി അല്ലാഹു അവരെ സ്വീകരിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം.
കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹു തൗബ സ്വീകരിച്ചു എന്ന് കണ്ടപ്പോ ഇത് സത്യത്തിന്റെ വിജയമാണ്, സത്യമേ ജയിക്കൂ എന്ന് മഹാനവറുകൾ തീരുമാനിച്ചതിന്റെ വിജയമാണ്. മുനാഫിക്കുകളായ ആളുകൾ നുണ പറഞ്ഞ് രക്ഷപ്പെട്ടപ്പോ ഞാൻ ഒരിക്കലും ഹബീബിനോട് കളവ് പറയില്ല എന്ന് തീരുമാനിച്ചതിന്റെ വിജയമാണ്. ഗസ്സാൻ രാജാവ് കുഫറിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, മറ്റൊരു മതത്തിലേക്ക് കഅബ് എന്നവരെ പ്രലോഭനം ചെയ്തപ്പോ സത്യവിശ്വാസം ഒരിക്കലും കൈവടിയില്ലെന്ന് പറഞ്ഞ ദൃഢനിശ്ചയത്തിന്റെ വിജയമാണത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ, നിങ്ങൾ നുണ പറയുന്നവരുടെ കൂടെ ഒരിക്കലും നിൽക്കരുത്. കളവ് പറയുന്നവർ, അവാസ്തവം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സജ്ജനങ്ങളുടെ, സത്യം പറയുന്നവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഇതൊരു വലിയ ക്വാളിറ്റിയാണ്. നമ്മുടെ നേതൃത്വം, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ മഹല്ല് ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ സത്യസന്ധരാവണം. അത് നിർബന്ധമാണ്, നിർബന്ധമാണ്. നുണ പറയുന്ന ആളുകൾ, വാസ്തവങ്ങൾ മറച്ചു വെക്കുക, അത്തരക്കാർ വേഗം രാജിവെച്ച് ഇറങ്ങിപ്പോന്ന് അവനവൻ്റെ വഴിക്ക് നീങ്ങിയാൽ വലിയൊരു കുറ്റം ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ മസ്ഊലീങ്ങളാണ്. നുണ പറയാൻ പാടില്ല, അണികളെ നുണ പറഞ്ഞ് പറ്റിക്കാനും പാടില്ല. കളവ് പറയരുത് എന്നത് ദീനിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് കളവ് തിന്മയിലേക്കാണ് നയിക്കുന്നത്, തിന്മ നിങ്ങളെ നയിക്കുന്നത് നരകത്തിലേക്കാണ്. സത്യം നിങ്ങളെ നയിക്കുന്നത് നന്മയിലേക്കാണ്, ബിർറിലേക്കാണ്. വൽ ബിർറു യഹ്ദി ഇലൽ ജന്ന, നന്മ നിങ്ങളെ സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത്. അല്ലാഹു തആല തൗബ സ്വീകരിച്ചത് കാരണം മഹാനവറുകൾ അല്ലാഹുവിന് വേണ്ടി ഒരു ദാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സന്തോഷം കൊണ്ടേ, സന്തോഷം കൊണ്ട്. നമ്മൾ പറയില്ലേ, ഇപ്പോൾ തെക്കുംപാട് ജമാഅത്തിന്റെ ഇത് പറഞ്ഞപ്പോൾ എത്രയോ ഏക്കർ സ്ഥലവും നമ്മുടെ മസ്ജിദും നമ്മുടെ പുരാതന മസ്ജിദൊക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്ത അവരുടെ സ്വതക്കകളാണ്, അവർ അല്ലാഹുവിന് വേണ്ടി കൊടുത്തതാണ്. കഅബ് തങ്ങൾ പറയുന്നു, നബിയേ, ഇന്ന മിൻ തൗബതി അൻ അൻഖലിയ മിൻ മാലി സദഖതൻ ലില്ലാഹ്. ഞാൻ ചെയ്ത തൗബയുടെ, എൻ്റെ പശ്ചാത്താപത്തിന്റെ ഭാഗമാണ് നബിയെ, എൻ്റെ സമ്പത്ത് ഞാൻ മുഴുവൻ അല്ലാഹുവിന് ദാനം നൽകട്ടെ. സമ്പത്ത് അല്ലാഹുക്ക് മുഴുവൻ കൊടുക്കുകയാണ്. എൻ്റെ വലിയ മുതലാളിയല്ലേ, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ അല്ലാഹുവിന് നൽകുകയാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അംസിക അലൈക ബഅദ മാലിക് ഫഹുവ ഖൈറുൽ ലക്. എല്ലാം നിങ്ങൾ കൊടുക്കേണ്ട കഅബേ, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ ആവശ്യമായത് അവിടെ വെച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി എന്ന് നബി തങ്ങൾ ഉപദേശിച്ചു കഅബ് തങ്ങളോട് റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഒരു കാര്യം കൂടെയുണ്ട്. ഇന്നല്ലാഹ ഇന്നമാ അൻജാനി ബിസ്സുദ്ഖി, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. വ ഇന്ന മിൻ തൗബതി, ഞാൻ ചെയ്ത തൗബയുടെ ഭാഗം തന്നെയാണ് അല്ലാ ഉഹദ്ദിസ ഇല്ലാ സുദ്ഖൻ മാ ബഖീത്. ഞാൻ മരിക്കുന്ന കാലമത്രയും ഇനി സത്യമേ പറയൂ നബിയെ, സത്യമേ ഞാൻ പറയൂ എന്നത് എൻ്റെ തൗബയുടെ ഭാഗമാണ് എന്ന് കഅബ് റളിയല്ലാഹു അൻഹു. നമ്മൾ ഈ സദസ്സിൽ വെച്ച് തീരുമാനിക്കണം, എന്ത് തന്നെ സംഭവിച്ചാലും അതിൻ്റെ അനന്തരഫലം എന്തോ ആകട്ടെ, തെറ്റ് സംഭവിച്ചു പോയെങ്കിൽ സംഭവിച്ചു പോയി, ഞാൻ അതിൽ ഖേദിക്കുന്നു. അല്ലാഹുവിൻ്റെ മുമ്പിൽ അത് സമ്മതിക്കാം. ജനങ്ങളോട് പറയേണ്ട ഏത് വിഷയത്തിലും സത്യം സത്യമായിട്ട് പറയാം, കളവ് പറയാതിരിക്കാം. ഇതെൻ്റെ തൗബയാണ് നബിയെ, എൻ്റെ തൗബയുടെ ഭാഗമായി ഞാൻ തീരുമാനിച്ചതാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ നുണ പറയില്ല എന്ന്. യാ അല്ലാഹ്, യാ അല്ലാഹ്. ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുക. ഹജ്ജാജ് ഇബ്നു യൂസുഫ് കേൾക്കുമ്പോഴേക്കും പേടി വരും. മൂപ്പർക്ക് കൊല്ലല പരിപാടി, പ്രധാന ഹോബി കൊല്ലലാണ്. ആലിമീങ്ങളെ വിളിക്കും, നേതാക്കന്മാരെ വിളിക്കും, ആരും കൂസൂല. കൊന്നേക്കെന്ന് പറഞ്ഞാൽ ചോദ്യമല്ല, എന്തിനു കൊല്ലുന്നു. ഇപ്പൊ ജല്ലാദ് വന്ന് കൊല്ലുകയാണ്, സഫാക്ക് വന്ന് കൊല്ലും, അതാണ് പരിപാടി. മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് അൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ബിശ്ർ ഇബ്നുൽ ഹാഫി തങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ ആദ്യകാലം അദ്ദേഹം കൊള്ള നടത്തി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്.
അവര് മോഷണം ചെയ്യുമായിരുന്നു. വലിയ കൊട്ടാരമൊക്കെ ഉണ്ട്, വലിയ വീടുണ്ട്. അപ്പൊ ആരോ അന്നൊരിക്കലും ഒരു ആരിഫായ അള്ളാന്റെ വലിയൊരു മനുഷ്യൻ ആ വീട്ടിലേക്ക് വന്നു, വാതിൽക്ക് മുട്ടി. അപ്പൊ ഒരു വേലക്കാരി പെണ്ണ് ബിശ്റുബുൽ ഹാഫി തങ്ങളുടെ, അന്നത്തെ ബിശ്റുൽ ഹാഫി അല്ല, ബിശ്റുബുൽ ഹാരിസ് എന്ന് പറയുന്ന വലിയൊരു മുതലാളിയാണ്. ആ പെണ്ണ് വാതിൽ തുറന്നു കൊടുത്തു. ഇതാരുടെ വീടാണ്? ബിശ്റുബുൽ ഹാരിസ്. ഇത് ഒരു അടിമയുടെ വീടാണോ അല്ല ഒരു സ്വതന്ത്രന്റെ വീടാണോ? അന്ന് അടിമകളും സ്വതന്ത്രരും ഉണ്ടല്ലോ. ആ പറഞ്ഞു ബൈത്തു ഖസ്റു ഹുർരിൻ, ഇത് സ്വതന്ത്രനായ ഒരു മനുഷ്യന്റെ വീടാണ്, കൊട്ടാരമാണെന്ന് പറഞ്ഞു. ആഹാ, ഇത് സ്വതന്ത്രനായ ഒരു മനുഷ്യന്റെ കൊട്ടാരമാണല്ലേ. ഇതിൽ ഒരു അടിമയുടെ അടയാളങ്ങളൊന്നും കാണാത്തത് കൊണ്ട് ചോദിച്ചതാന്ന് പറഞ്ഞു. അള്ളാഹിന്റെ അടിമകളല്ലേ മനുഷ്യരൊക്കെ, ആ അടിമത്തം, അള്ളാഹുവിൻ്റെ ഒരു അടിമത്തൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ, ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞ് ഇയാൾ ഇറങ്ങിപ്പോയി. ബിശ്റുബുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അവിടെ മുതൽ മനസ്സിന് മാറ്റമുണ്ടായതാണ്. ചില ആളുകൾ വീട്ടിൽ കയറി ഇറങ്ങിപ്പോയാൽ മതിയാവും, ചില ആളുകൾ വീട്ടിൻ്റെ മുറ്റത്ത് വന്നു നിന്ന് പോയാൽ മതിയാവും ചില ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടാൻ. മഹാനോട് വേലക്കാരി പെണ്ണ് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞു, ഇതൊരു അടിമയുടെ വീടല്ലല്ലോ, സ്വതന്ത്രന്റെ വീടാണല്ലേ, അള്ളാഹിന്റെ അടിമകളുടെ ഒരു അടയാളൊന്നും ഈ വീട്ടിലും പരിസരത്തൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. അതാര് പറഞ്ഞു? ഇന്നാലിന്നാൾ ഇതിൽ പോയി എന്ന് പറഞ്ഞു. ആളെയും അന്വേഷിച്ച് ചെരുപ്പൂരി ഓടിയതാണ് പിന്നിലെ. പിന്നെ അദ്ദേഹം ജീവിതത്തിൽ ചെരുപ്പ് ധരിച്ചിട്ടില്ല. അതിൻ്റെ പേരിലാണ് ബിശ്റുൽ ഹാഫി, ചെരുപ്പില്ലാതെ നടന്ന ബിശ്ർ റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടാൻ കാരണം. പിന്നെ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയത്, പിന്നെ അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല. പിന്നെ വളരെ സൗമ്യനായ ലളിതമായ ജീവിതം നയിച്ച് ആരിഫീങ്ങളുടെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയ മഹാൻ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലക്കാരനാണ്. അപ്പോൾ അവ്വൽ ഖുറൂനിൽ കഴിഞ്ഞു പോയവരാണ്. ആരെങ്കിലും സൂക്ഷ്മതയുടെ മസ്അല ചോദിച്ചാൽ പറയും, എന്നോട് വറഇന്റെ മസ്അല ചോദിക്കുകയോ അത് ബിശ്റുബുൽ ഹാരിസ് തങ്ങളുടെ വീട്ടിൽ പോയി ചോദിച്ചോളൂ, അവിടെയാണ് അതൊക്കെ ഉള്ളത് എന്ന് പറയും. അങ്ങനത്തെ മഹാൻ ഹജ്ജാജ് ബിൻ യൂസുഫ് അയാളെ വിളിപ്പിച്ചു കൊട്ടാരത്തിലേക്ക്. ഇദ്ദേഹത്തിന്റെ 2 മക്കളെ കൊല്ലാൻ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു, എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. അദ്ദേഹത്തോട് ചോദിച്ചു, ബിശ്റുബുൽ ഹാരിസ്, നിങ്ങളുടെ 2 മക്കളെവിടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഹുമാ ഫീ ബൈതി. മരിക്കാണ്, എന്റെ മക്കൾ കൊല്ലപ്പെടും. അപ്പോൾ ആദ്യം ഒരു ഇസ്തിർജാ ചെയ്തു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ 2 മക്കളും ഇപ്പോൾ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. ഹജ്ജാജ് യൂസുഫ് പറയാ, നിങ്ങൾ ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കളെ ഞാൻ കൊല്ലാതെ വിടുകയാണ്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഒരു വാപ്പയും മക്കൾ അവിടെ ഉണ്ട് എന്ന് എങ്ങനെ പറയാ? വാപ്പ അട്ടത്തുകൂടെ ഇല്ല എന്നല്ലേ പറയല്. അപ്പോ എൻ്റെ മക്കൾ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ആ സത്യസന്ധതക്ക് ഞാൻ ഇതാ മാപ്പ് തരുന്നു, അഫൗതു അൻഹുമാ എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഈ 2 മക്കളെ കുറിച്ച് വാപ്പയോട് പറഞ്ഞത് ചരിത്രത്തിൽ കാണാൻ കഴിയും. സത്യമാണ്. سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون يحلفون لكم لترضوا عنهم فإن ترضوا عنهم فإن الله لا يرضى عن القوم الفاسقين. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, 2 കാര്യമാണ് എൻ്റെ തൗബയുടെ ഭാഗമായി ഞാൻ ചെയ്തത്. ഒന്ന്, എൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹു തന്നു നബിയെ. അത് പറഞ്ഞപ്പോൾ നബി, മുഴുവൻ വേണ്ട കഅബേ, നിങ്ങളുടെ കുടുംബത്തിന് ബാക്കി വെച്ച് മിച്ചമായത് മതി അള്ളാഹുവിന്. പിന്നെ ഞാൻ പറഞ്ഞു, നബിയെ, ഞാൻ സത്യമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി പറയൂല, സത്യമേ പറയൂ. അള്ളാഹുവിൻ്റെ ഹബീബിനോട് എനിക്ക് കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ 50 ദിവസത്തെ ഒരു ആശ്വാസം എനിക്ക് കിട്ടിയേക്കാം. അത് കഴിഞ്ഞാൽ എനിക്ക് നരകമല്ലേ ഉണ്ടാവുക, അള്ളാഹു എന്നെ ശിക്ഷിക്കൂലേ. ഞാൻ നുണ പറഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹു അറിയിച്ചു കൊടുക്കുമായിരുന്നില്ലേ? അവർ ചോദിച്ചു, ലിമയാ കഅബ്, എന്തിനാണ് കഅബേ നിങ്ങൾ നബിയോടന്ന് സത്യം പറഞ്ഞത്? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ
അല്ലാഹു അവരെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ സൂറത്തു തൗബയിൽ? സയഹ്ലിഫൂന ബില്ലാഹി ലക്കും سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس. നിങ്ങൾ മദീനത്തേക്ക് തിരിച്ചു ചെന്നാൽ നബിയേ, അങ്ങയോടും സ്വഹാബിമാരോടും മുനാഫിക്കുകളായ ആളുകൾ നുണ പറയും, അല്ലാഹുവിനെ വെച്ച് സത്യം ചെയ്ത് പറയും, വല്ലാഹി എന്ന് പറഞ്ഞ് പച്ച നുണ പറയും. നിങ്ങൾ അവരെ ശ്രദ്ധിക്കാതിരിക്കാൻ അങ്ങ് അവരിൽ നിന്ന് മുഖം തിരിച്ചോളൂ നബിയെ. അവർ നജസാണ്, മാലിന്യമാണ്, രിജ്സുൻ. കാരണം ഹൃദയവിശുദ്ധിയില്ല. വമഅവാഹും ജഹന്നം ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത തിന്മകൾക്ക് പകരം നരകം അവർക്ക് അനുഭവിക്കേണ്ടി വരും. നരകശിക്ഷയാണ്. ഞാൻ നുണ പറഞ്ഞാൽ അതല്ലേ എനിക്കും സംഭവിക്കുക. യഹ്ലിഫൂന ലക്കും ലിതർളൗ അൻഹും. നിങ്ങൾ അവരെ കുറിച്ച് തൃപ്തിപ്പെടാൻ നിങ്ങളോടവർ സത്യം ചെയ്തു പറയും, വല്ലാഹി ഞാൻ ഈ വന്നത് ഇതിനാണ്, വല്ലാഹി ഞാൻ വന്നത് ഇതിനാണ് എന്ന് പറയും. യാ അല്ലാഹ്, ഫഇൻ തർളൗ അൻഹും, അങ്ങനെ സത്യം ചെയ്തു പറഞ്ഞ് നിങ്ങൾ അവരെ തൃപ്തിപ്പെട്ടാലും ഫഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. തിന്മ ചെയ്യുന്ന ഈ ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടില്ല നബിയേ. തിന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല നബിയേ. അല്ലാഹു സത്യസന്ധരെയാണ് ഇഷ്ടപ്പെടുന്നത്. ഉലൈകല്ലദീന ഹദല്ലാഹ് ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. അവരല്ലാഹുവിൻ്റെ സന്മാർഗം സിദ്ധിച്ചവരാണ്, നിങ്ങൾ അവരുടെ കൂടെ ചേരേണമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പോലും നമ്മെ സംബന്ധിച്ച് സത്യസന്ധരായിരുന്നു എന്ന് പറയപ്പെടുന്നതാണ് ദുന്യാവിലെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ഇട്ടേച്ചു പോകാൻ ഇവിടെ ബിൽഡിങ്ങോ തോട്ടങ്ങളോ വില്ലാ കൂട്ടങ്ങളോ നിങ്ങളുടെ മുമ്പിൽ കച്ചവട സ്ഥാപനങ്ങളോ ഒന്നും നിങ്ങളുടേതായി ബാക്കിയില്ലെങ്കിലും, കച്ചവടം ചെയ്ത് പൊളിഞ്ഞ ആളായിരിക്കാം, നഷ്ടം സംഭവിച്ച ആളായിരിക്കാം, ചിലരങ്ങനെയാണ്. അല്ലാഹുവിൻ്റെ ഖളാ ഇല്ലെങ്കിൽ പരിശ്രമങ്ങൾ നടന്നേക്കും, പക്ഷേ അല്ലാഹുവിൻ്റെ ഖളാ ഇല്ലെങ്കിൽ പരാജയപ്പെടും. സമ്പത്ത് ഒന്നും ബാക്കി വെക്കാതെ നിങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണെങ്കിൽ തന്നെയും സൽപ്പേര് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ സൽപ്പേരാണ്. ജീവിതത്തിൻ്റെ ഒരു കാലം ഒരുപക്ഷെ നമ്മൾ അല്ലാഹുവിനെ അറിയാതെ ജീവിച്ചു പോയേക്കാം, പക്ഷെ പിന്നെ നിങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞില്ലേ, അവസാന കാലം എങ്ങനെയുണ്ട്? അങ്ങനെ അത് അല്ലാഹു നോക്കുക. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന കാലം നിങ്ങൾ എന്തു ചെയ്തു എന്നിടത്താണ് നിങ്ങളെക്കുറിച്ചുള്ള വിധിയെഴുത്ത് നടത്തുന്നത്. അതുകൊണ്ട് ബാക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് സൽപ്പേരാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഒരു മയ്യത്ത് കടന്നു പോകുമ്പോൾ ഹബീബായ നബി തങ്ങൾ ആ മയ്യത്തിനെ നോക്കി പറഞ്ഞു അത്രേ, മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിൻ. മുസ്തരീഹുൻ, ഈ പോകുന്ന മയ്യത്ത് ഒന്നുകിൽ ആശ്വസിക്കാനാണ് ഖബറിലേക്ക് പോകുന്നത്, ഔ അല്ലെങ്കിൽ മുസ്തറാഹുൻ മിൻഹു, ഇയാളിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് സമാധാനം കിട്ടിക്കാണും. ഒരാൾ മരിച്ചു പോകുമ്പോൾ സമാധാനം കിട്ടിക്കാണും. ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോഴേ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ആളുകളോട് ചോദിക്കും, അല്ല ഇതിനെന്താ പരിഹാരം? എന്താ ചില ആളുകളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? എന്താ ചില ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണത്? എന്താ ചില ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മഹാന്മാരായ സാധുമാരോട് ചർച്ച ചെയ്യുമ്പോൾ മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിൻ, ഈ രണ്ടാലൊന്നായി കിട്ടലല്ലാതെ ഇതിന് പരിഹാരമല്ല എന്ന് പറയും. ഒന്നുകിൽ നമ്മൾ പോകണം അല്ലെങ്കിൽ അയാൾ പോകണം, എങ്കിലേ ഈ വിഷയത്തിൽ പരിഹാരമാവുള്ളൂ. ചില ആളുകളുടെ ജന്മം, ചില ആളുകൾ ജീവിച്ചിരിക്കുന്നത് തിന്മയായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ഫലം. അത് ഭയങ്കര അപകടമാണ്. ജനങ്ങളിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് മിഫ്താഹുൽ ലിൽ ഖൈർ, നന്മയുടെ താക്കോലുകളാണ്, അവരെന്ത് ചെയ്യുന്നതും പറയുന്നതും നന്മയാണ്. ചില ആളുകൾ മിഗ്ലാഖുൽ ലിൽ ഖൈർ, നന്മകളുടെ പൂട്ടുകളാണ്, അവർ നന്മ ചെയ്യൂല. ചെയ്യുന്ന നന്മകളെ പൂട്ടാനേ അവരെ കൊണ്ട് കഴിയുള്ളൂ, നന്മ ചെയ്യാൻ അവരുണ്ടാവില്ല. നന്മ ചെയ്തതിന് അവർ പൂട്ടിക്കളയും. അത്തരം അവസ്ഥകൾ ഒരു മുഅ്മിന് വരുന്നത് എത്ര ദാരുണമാണ്, എത്ര മോശമാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലേ പറയാ,
നല്ലൊരു നന്മ ചെയ്തപ്പോൾ ആ നന്മയെ ഇല്ലായ്മ ചെയ്ത മനുഷ്യനാണ്, ഒരു നന്മയെ പുച്ഛിച്ചവനാണ്, ഒരു നന്മ വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജീവിതം നഷ്ടായില്ലേ? എന്തിനു പിന്നെ ജീവിച്ചിരിക്കണം? എന്തിന് ജീവിക്കണം? മുസ്തരീഹുൻ, അതുകൊണ്ട് മരിച്ചു പോകുന്ന സർവ്വ ആളുകളും രണ്ടാലൊരവസ്ഥയിലാണ്. ഒന്ന് മുസ്തരീഹുൻ, അവർ വിശ്രമിക്കാൻ പോവുകയാണ് ഖബറിലേക്ക്. ഔ മുസ്തറാഹും മിൻഹു, സ്വഹാബിമാര് ചോദിച്ചു, നബിയെ ആരാണ് അൽ മുസ്തറാഹു മിൻഹു? നബി തങ്ങൾ പറഞ്ഞു, അൽ അബ്ദുൽ മുനാഫിഖ്, ഈമാനുണ്ട് എന്ന പ്രത്യക്ഷത്തിൽ കാണിക്കുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കപടവിശ്വാസം കൊണ്ടു നടക്കുകയും ചെയ്ത്, അവിൽ കാഫിറു, അല്ലെങ്കിൽ ദൈവനിഷേധവും നാസ്തികവാദവും കൊണ്ടു നടക്കുന്ന ആളുകൾ. തസ്തരീഹു മിൻഹുൽ ബിലാദു വൽ ഇബാദ് വശ്ശജറു വദ്ദവാബ്, അവർ മരിച്ചുപോയാൽ അവരുടെ വിഷം ചീറ്റുന്ന വാക്കുകള്, എഴുത്തുകള്, പോസ്റ്റുകള്, ലൈവുകള്, ഇത് നിൽക്കൂലേ? അപ്പൊ മനുഷ്യർക്ക് ആശ്വാസമായി, ജന്തുക്കൾക്ക് ആശ്വാസമായി, വൃക്ഷങ്ങൾക്ക് ആശ്വാസമായി, നാടിന് ആശ്വാസമായി. അങ്ങനത്തെ ആളുകളുണ്ട്. എന്തുകൊണ്ട്? വിശുദ്ധമായ നബി തങ്ങൾ പറയുമായിരുന്നു, ചില സസ്യങ്ങൾ പറയുമത്രേ, ഒരാൾ മരിച്ചുപോയാൽ ഞങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതിരിക്കാൻ കാരണം ഇയാളാണ്. മുനിഅനൽ ഖത്ത് മിനസ്സമാ മിൻ അജലി ഹാദാ, ഈ മരിച്ചുപോയ മനുഷ്യന്റെ കർമ്മങ്ങൾ കാരണമാണ് ഈ നാട്ടിൽ മഴ പെയ്യാതിരുന്നത്. അയാൾ മരിച്ചുപോയില്ലേ, ഞങ്ങൾക്ക് ആശ്വാസമായി, അള്ളാന്റെ മഴ കിട്ടുമല്ലോ എന്ന് ജന്തുജാലങ്ങൾ പറയുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഓർത്തു വെക്കുക. 4 സെന്റ് ഭൂമി നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ഓഹരി വെക്കാൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സങ്കടപ്പെടണ്ട. അവർക്ക് ഓരോരുത്തർക്കും വീട് വെക്കാനുള്ള സ്ഥലം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വെക്കുക. സമ്പത്ത് അവർക്ക് ഓഹരി വെക്കാൻ പറ്റിയില്ലെങ്കിലും ഉപ്പ ഒരു അഭിമാനിയായിരുന്നു, ഉപ്പ ഒരു പിടിച്ചുപറിക്കാരനല്ല, ഉപ്പ ആരെയും വഞ്ചിച്ചിട്ടില്ല, ഉപ്പ ആരോടും നുണ പറഞ്ഞിട്ടില്ല, ഉപ്പ സാധുവാണ്, ഒരുപാട് പരിശ്രമിച്ച ആളാണ്. പക്ഷെ എന്തോ അള്ളാഹുവിന്റെ ഫضല് അവർക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ പിതാവ് ഒരു നുണ പറയുന്ന ആളായിരുന്നില്ല, വഞ്ചകനായിരുന്നില്ല എന്ന് നമ്മുടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇട്ടേച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്, നമ്മുടെ അനന്തര സ്വത്ത്, മീറാത്ത്, ആ ഒരു സൽപ്പേരാണ് എന്ന് ഒരു മുഅ്മിൻ മനസ്സിലാക്കണം, മറന്നു പോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന് വേണ്ടി സത്യസന്ധമായ ചില ആലോചനകളുണ്ടെങ്കിൽ, സത്യസന്ധമായ ചില ചിന്തകളുണ്ടെങ്കിൽ അല്ലാഹു അതിന് പ്രതിഫലം നൽകും എന്നതിൻ്റെ ഉദാഹരണമാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ومهتز عرش الله من أجل هالك سمعنا به إلا لسعد أبي عمري. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, സഅദ് എന്നവർ ആരാണെന്നറിയുമോ? അൻസ്വാരികളിലെ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. മുഹാജിറുകളിലെ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അൻസ്വാരികളിലെ സിദ്ദീഖാണ് ആര്? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയം നമ്മൾ കൃത്യമായി 2 മണിക്കൂറിൽ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ 25 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് 25 മിനിറ്റ് നമ്മൾ ഓൺ ടൈം ആയിരിക്കും ഇൻഷാ അല്ലാഹ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹി ഇംളി ലിമാ അമറകല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നാനാഭാഗങ്ങളിൽ നിന്ന് ചാലഞ്ചസ്, വെല്ലുവിളികൾ. നബി തങ്ങളുടെ ദഅവത്തിനെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ, മദീനയെ ചുട്ടുകരിക്കാനുള്ള ശ്രമങ്ങൾ, മുത്തനബിയെയും സ്വഹാബികളെയും മദീനയിൽ നിന്നും ആട്ടിയോടിക്കാനുള്ള ശ്രമങ്ങൾ, ഇതിനൊക്കെ പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധങ്ങളിൽ നബി നിങ്ങൾക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പറയാ, ഇസ്ലാം യുദ്ധം ചെയ്തു എന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? യുദ്ധം നടന്ന പേരതിന് തെളിവാണ്. എന്താ യുദ്ധങ്ങളുടെ പേര്? മഅറകത്തു ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ. ഇതൊക്കെ എവിടെയാണ്? പുണ്യ നിബിധങ്ങൾ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ സ്ഥലങ്ങൾക്കടുത്തുള്ള പേരുകളാണ് ഇതൊക്കെ. ബദർ മദീനന്റെ അടുത്തുള്ള സ്ഥലമാണ്, ഉഹദ് മദീനയാണ്, ഖന്ദഖ് മദീനയാണ്. അതിനർത്ഥം എന്താ? ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്തു. ഈ മദീനത്തേക്ക് വരണത് ആരാ? 500 കിലോമീറ്റർ അപ്പുറമുള്ള ശത്രുക്കൾ മക്കക്കാര് വരണം, അപ്പോഴിവിടെ യുദ്ധം നടക്കൂ. ആ യുദ്ധങ്ങളുടെ പേരുകൊണ്ട് തന്നെ അറിയാം യുദ്ധം തുടങ്ങിയത് സ്വഹാബികളല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അങ്ങോട്ടല്ലേ പോവുക? മക്കത്തേക്കല്ലേ പോവുക യുദ്ധം ചെയ്യാൻ? അങ്ങോട്ടല്ലേ പോകേണ്ടത്? അവരിങ്ങോട്ട് വന്നതാണ്.
അതിനെ പ്രതിരോധിച്ചതാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡിഫൻസ് ആണ് നബിതങ്ങൾ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധൈര്യമായിട്ട് പറയാൻ കഴിയും. എന്തുകൊണ്ട്? ആ യുദ്ധത്തിന്റെ പേരുകൾ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ബദർ മദീനയോടടുത്ത, മക്കയിൽ നിന്ന് ദൂരെയാ. മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഉള്ള വഴിയാണ് ബദർ. അവിടെ നിന്നാണ് യുദ്ധം നടന്നത്. മദീനയിൽ വന്ന് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്തതാ ഉഹദ്. അത് തന്നെയാണ് ഖന്ദഖ്. ഹുനൈൻ അത് മക്കയുടെ അടുത്ത. അതെപ്പോഴാണ് ഉണ്ടായത്? മക്ക വിജയം നടന്ന സമയം. ത്വായിഫിന്റെയും മക്കയുടെയും ഇടയിലാണ് ഹുനൈൻ. അവിടെ നിന്ന് നടന്ന യുദ്ധമാണത്. കാരണം ഇസ്ലാം വിജയിച്ച സമയം ഇസ്ലാമിനോട് വന്ന ഒരു വെല്ലുവിളിയായിരുന്നു ത്വായിഫിൽ നിന്ന്. അങ്ങനെ തുടങ്ങി എല്ലാം ഹബീബിന്റെ കാലഘട്ടത്തെ പ്രതിരോധങ്ങളാണ്. ഇതിനാണ് ചരിത്രം പഠിക്കാത്ത ആളുകൾ ഇസ്ലാം യുദ്ധം ഉണ്ടാക്കി എന്ന് പറയാം. ആ പേര് തന്നെ പഠിച്ചാൽ മനസ്സിലാവും ഇസ്ലാം ഉണ്ടാക്കിയ യുദ്ധമല്ലാതെന്ന്, ശത്രുക്കൾ ഉണ്ടാക്കിയതാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നബിയേ അങ്ങനെ ജീവൻ കൊടുക്കേണ്ട ഒരവസ്ഥ വന്നാൽ അല്ലാഹു അങ്ങയോട് കൽപ്പിച്ച തീരുമാനവുമായി മുന്നോട്ട് പോയേക്കണം. അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ട്. فإنا والله صدق في الحرب وصدق عند اللقاء ولعل الله يريك منا ما تقر به عينك. നബിയേ ഞങ്ങൾ പിന്തിരിഞ്ഞോടില്ല. നബിയേ ഞങ്ങൾ അങ്ങയിട്ടേ ചോടിപ്പോവില്ല. നബിയേ ഞങ്ങൾ പറയുന്നത് സത്യസന്ധമാണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. നിങ്ങളുടെ കണ്ണഞ്ചുന്ന സന്തുഷ്ടമായ പ്രകടനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അൻസ്വാരികളുടെ പ്രതിനിധിയാണ് ഈ പറയുന്നത്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ പറഞ്ഞത് അങ്ങനെ മഹാൻ നിർവഹിച്ചു എന്നാണ്. ഒരു ധർമ്മസമരത്തിലാണ് കണ്ണിന്റെ പീളക്കുഴിയിൽ ഒരമ്പ് തറച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ണിന്റെ ഈ കുഴിയിൽ അമ്പ് തറച്ചു. ചോര നിന്നിരുന്നില്ല, ചോരങ്ങനെ ഒലിക്കുകയായിരുന്നു. അങ്ങനെയാണ് മഹാൻ ദുആ ചെയ്തത്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ തഖിറ ഐനി മിൻ യഹൂദി ബനി ഖുറൈള. ബനു ഖുറൈള അവിടുത്തെ ഒരു ജൂത കുടുംബമായിരുന്നു. പക്ഷേ അവരുമായി നബിതങ്ങൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നു, സമാധാന കരാറിൽ. ആ കരാറുകൾ മുഴുവൻ അവർ ലംഘിച്ചു. ആ കരാറുകൾ മുഴുവൻ അവർ ലവലേശം വില കൊടുക്കാതെ ദുർബലപ്പെടുത്തി. മുത്തുനിബിതങ്ങളുമായി ചർച്ചയ്ക്ക് അവർ വിളിച്ചു. നിബിതങ്ങളും ജൂതന്മാരും ചർച്ചയ്ക്കിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീടിൻ്റെ മതിലിൻ്റെ ചുമരിൻ്റെ മുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് കൊണ്ടുവന്ന് അടുത്തിരിക്കുന്ന ജൂതനോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഹബീബിന്റെ തലയിലേക്ക് ആ കല്ല് വീഴാൻ സെക്കൻഡുകൾക്ക് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ കൈപിടിച്ച് വലിച്ചു, നബി എഴുന്നേറ്റ് പോരെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഹബീബിന്റെ തലയിലേക്ക് അത് വീഴുമായിരുന്നു. അങ്ങനെ ഒരു ചതി അവർ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന്. ഇത് പഴയ കഥയാണ്. പക്ഷേ മദീനയിൽ നടന്ന ബനൂ ഖുറൈള എന്തുകൊണ്ട് മദീനയിൽ നിന്ന് ഇജ്ലാ ചെയ്തു, മദീന എന്നവരെ നാടുകടത്തി എന്നതിൻ്റെ കാരണം ഇതാണ്. സത്യസന്ധമായ കരാറുകളെ അവരെന്ന് പൊളിച്ചു കളഞ്ഞു. അതിൽ വലിയ അമർഷമുണ്ടായിരുന്നു സഅദ് ഇബ്നു മുആദ് എന്നവർക്ക്. അല്ലാഹുവേ, എൻ്റെ കണ്ണുകൾക്ക് എൻ്റെ കണ്ണഞ്ചുന്ന വിധം ഈ ബനൂ ഖുറൈളക്ക് നിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടുന്നവരെ എന്നെ മരിപ്പിക്കരുതേ. ആ ദുആ ചെയ്തത് പരമാർത്ഥം. കണ്ണിന് ഒലിച്ചുകൊണ്ടിരുന്ന ചോരയും നീരും അവിടെ അങ്ങ് നിന്നു. ഒരൊറ്റ നിൽക്കൽ. സ്വഹാബിമാരുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകിയതാണ്. മുസ്ലിമീങ്ങൾക്ക് ഇത് വിശ്വസിക്കാനും ഇത് ഉൾക്കൊള്ളാനും ഒരു പ്രയാസമില്ലല്ലോ. അവരുടെ കറാമത്തുകളാണത്. അത് സംഭവിച്ചു. എന്നിട്ട് ബനൂ ഖുറൈളയുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് എന്നവരും ബനൂ ഖുറൈളക്കാരും ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ജാഹിലിയത്തിൽ അവരുമായി ഉടമ്പടി ഉണ്ടായിരുന്നു. അപ്പൊ ജൂതന്മാർ എന്തിനും പറയും, സഅദ് എന്നവർ പറഞ്ഞാൽ മതി തീരുമാനം, മുഹമ്മദ് നബി പറയണ്ടെന്ന് പറയും. നിങ്ങൾ പറഞ്ഞു സഅദ് നിങ്ങൾ പറയും എന്താ തീരുമാനം. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവരിൽ നിന്ന് ആരൊക്കെയാണോ കൊലച്ചതി ചെയ്യാൻ വേണ്ടി വന്നത് അവർ വധിക്കപ്പെടണം. കാരണം അവർ കൊലയാളികളാണ്. ആ ഒരു ശ്രമം അള്ളാഹു പരാജയപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ പുണ്യനബിയും നിരപരാധികളായ കൂട്ടുകാരും അവിടെ ചതഞ്ഞരഞ്ഞ് മരിക്കുമായിരുന്നു. അതുകൊണ്ട് അവരെ വധിക്കണം എന്ന വിധി പറഞ്ഞു സഅദ് റളിയല്ലാഹു അൻഹു. അത് സഅദ് തങ്ങൾ നടപ്പാക്കിയതാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, സഅദേ ലഖദ് ഹകംത ബിഹുക്മില്ലാ മിൻ ഫൗഖി സബ്ഇ സമാവാത്. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ വിധിയാണ് സഅദേ നിങ്ങൾ പറഞ്ഞത്. ആ വിധി നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഅദ് എന്നവർ ആശ്വസിച്ചു. അവർ പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഫ്ജുർഹു ശൗഖൻ ഇലൈക്. റബ്ബേ, എനിക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നു റബ്ബേ, ആ കണ്ണിന്റെ ചോര ഇനി ഒലിച്ചോട്ടെ. പറഞ്ഞപ്പോഴേക്കും ഫംഫജറ ശറയാൻ,
ആ ഞരമ്പുകളിൽ നിന്ന് ചോര ധാരധാരയായി ഒലിക്കാൻ തുടങ്ങി. സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെടാൻ പോവുകയാണ്. പുണ്യനബി തങ്ങൾ അവരുടെ ഭാര്യയായ റഫീദ ബീവിയെ വന്ന് ചോദിക്കും. റഫീദ ബീവിയോട്, റഫീദ എങ്ങനെയുണ്ട് സഅദിന്? യാ റസൂലല്ലാഹി ഇഷ്തദ്ദ ബിഹിൽ വജഅ. മഹാനായ നബി തങ്ങൾ അവരെ സന്ദർശിക്കാൻ വന്നു. ആ പരിശുദ്ധമായ ജനാസയെ സ്വീകരിക്കാൻ 70,000 മലക്കുകളാണ് ഇറങ്ങി വന്നത്. 70,000 മലക്കുകൾ. സ്വഹാബികൾ പറയാ, പുണ്യ നബി തങ്ങൾ അവിടുത്തെ ചെരുപ്പിന്റെ വാറും പിടിച്ച് ഓടാൻ തുടങ്ങി. ഞങ്ങളുടെ ചെരുപ്പും ഞങ്ങളുടെ വാറുകളും പൊട്ടാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു, നബിയേ നബിയെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഓടുന്നത്? തങ്ങൾ പറഞ്ഞു, അഖാഫു അൻ തസ്ബിഖനൽ മലായിക ഫതുഗസ്സിലഹു കമാ ഗസ്സലത് ഹൻദല. സഅദ് ഇബ്നു മുആദ് എന്നവരെ നമ്മൾക്ക് കുളിപ്പിക്കണമെങ്കിൽ നമ്മൾ വേഗം പോകണം, ഇല്ലെങ്കിൽ മലക്കുകൾ ചെന്ന് സഅദ് എന്നവരെ കുളിപ്പിക്കുകയും മുമ്പൊരിക്കൽ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ ഉഹദിന്റെ മണ്ണിൽ വെച്ച് മലക്കുകൾ കുളിപ്പിച്ച പോലെ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകളാണ് കുളിപ്പിച്ചത്. ചരിത്രം അറിയല്ലോ. വിവാഹത്തിന്റെ ഫസ്റ്റ് നൈറ്റിലാണ് യുദ്ധത്തിൽ വിളിയാളമുണ്ടായത്. ഹൻദല റളിയല്ലാഹു അൻഹു പോയത് ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളിക്കാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥയിലാണ്. ആ ഷഹീദായ ഹൻദല തങ്ങളെ മണ്ണിൽ നിറയെ വെള്ളത്തിൽ കാണപ്പെട്ടു. അവിടെ മാത്രം സ്വഹാബിമാർ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ കണ്ടോ? ഗസ്സലത്തുൽ മലായിക. ഹൻദലയെ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. അങ്ങനത്തെ മഹാനാണ് ഹൻദല റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, ഹൻദല തങ്ങളെ മലക്കുകൾ കുളിപ്പിച്ച പോലെ സഅദ് ഇബ്നു മുആദ് എന്നവരെയും അവർ കുളിപ്പിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു, വേഗം നടക്കിൻ. അങ്ങനെ ഹബീബ് ഓടിച്ചെന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെന്ന് നോക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കരയുകയാണ്. കുല്ലു നായിഹത്തിൻ തക്ദിബു ഇല്ലാ ഉമ്മ സഅദ്. എല്ലാ കരയുന്ന പെണ്ണുങ്ങളും നുണ പറഞ്ഞാണ് കരയുന്നത്. അവരുടെ കരച്ചിൽ സത്യസന്ധമല്ല, സഅദിന്റെ ഉമ്മയൊഴികെ അവരുടെ കരച്ചിൽ യഥാർത്ഥ കരച്ചിലാണ്. ഇല്ലാ നായിഹത്തു സഅദിൻ എന്നും ചില റിവായത്തിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ കരച്ചിൽ ശരിവെച്ചു എന്നാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകുമ്പോൾ മുനാഫിക്കീങ്ങൾ പറഞ്ഞു, ഇത്രത്തോളം ഖനം കുറഞ്ഞ ഒരു ജനാസയെ ഞങ്ങൾ ഇതുവരെ ചുമന്നിട്ടില്ലല്ലോ, ഇതെന്താ ഖനമില്ലാത്തത്? അപ്പൊ പോകുന്ന പോക്കിൽ മുനാഫിക്കീങ്ങളും ജനാസ ചുമക്കാൻ വന്നിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പിടിക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. വമഹ്തസ്സ അർശുല്ലാഹി وما اهتز عرش الله من أجل هالك سمعنا به إلا لسعد أبي عمري. الله رب العزة, അല്ലാഹുവിന്റെ അർശ് ആരുടെ മരണം നടന്നപ്പോഴും വിറച്ചിട്ടില്ല. എന്നാൽ സഅദ് ഇബ്നു മുആദ് ഭൂമിയിൽ മരണപ്പെട്ടപ്പോൾ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ എടുക്കുമ്പോൾ അർശ് വിറച്ചു എന്ന് പരിശുദ്ധ റസൂൽ. സ്വഹീഹായ ഹദീസുകളാണ് ഇതൊക്കെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് സഅദ് എന്നവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്? ആ പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിയ മഹാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. മൻ സ്വദഖത് നിയ്യതുഹു സ്വദഖല്ലാഹു അമലഹു. ആരുടെയെങ്കിലും നിയ്യത്ത് സത്യസന്ധമാണെങ്കിൽ അവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സത്യസന്ധമായ നിയ്യത്തുകളെ ലോകത്ത് വിജയിക്കുകയുള്ളൂ. സയ്യിദുനാ അനസ് ഇബ്നു നളർ റളിയല്ലാഹു തആല അൻ. അനസ് ഇബ്നു നളർ എന്നവരെ മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ബദറിൽ സംബന്ധിക്കാൻ കഴിയാതെ വന്നപ്പോ ദുഃഖിതനായി കരഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞിരുന്നു, യാ റസൂലല്ലാഹ് ലഇൻ അഷ്ഹദനി അല്ലാഹു മഷ്ഹദൻ ആഖർ ലഉരിയന്നല്ലാഹ മാ അസ്ന. നബിയേ, ബദറിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു അവസരം അല്ലാഹു നൽകുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുകയെന്ന് ഞാൻ അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കും. മഹാനായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ ഉഹദ് യുദ്ധം നടന്നപ്പോൾ ഉഹദിന്റെ അവസാനം പരാജയമായി മാറിയപ്പോൾ സ്വഹാബിമാർ ചിന്നിച്ചിതറി ഓടുമ്പോൾ യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്ന ആളാണ് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ഓടിപ്പോവാണ്. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ഓടുകയാണ് യുദ്ധക്കളത്തിൽ നിന്ന്. യുദ്ധക്കളത്തിലേക്ക് ഓടുമ്പോൾ നബി തങ്ങൾ വഫാത്തായി എന്നൊരു ഭാഗത്ത് വിളംബരം നടക്കുന്നു.
ശത്രുക്കളെ വിജയിച്ചു എന്ന് ആരൊക്കെയോ വിളിച്ചു പറയുന്നു. ആ വെപ്രാളപ്പെട്ട് ഓടുന്ന ഓട്ടത്തിൽ നേരത്തെ പറഞ്ഞ സഅദ് ബിൻ മുആദ് എന്ന് പറഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. ചോദിച്ചു, അനസേ എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്, എങ്ങോട്ടാ ഓടുന്നത്? നേരം അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, ഇലൈക അന്നി യാ സഅദ് ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ സൗബി ഉഹുദിൻ. മാറി നിൽക്ക് സഅദേ, സ്വർഗത്തിന്റെ വാസന എനിക്ക് ഉഹദിന്റെ മലയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് ഓടുകയാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഈ സ്വഹാബിയെ അവരുടെ പെങ്ങളായ റബീഅ ബിൻത് നദർ ബിൻ ഹാരിത്തിന്റെ മകളാണിത്. അനസ് ബിൻ നദർ എന്നവരുടെ പെങ്ങള് റബീഅ ബിൻ നദർ എന്നവരാണ്. അവരുടെ വിരൽത്തുമ്പ് കണ്ട്, വിരൽത്തുമ്പല്ലാതെ ഒന്നും പിന്നെ ബാക്കിയില്ല, ശരീരമാസകല മുറിവാണ്. വിരലിന്റെ ഒരു അടയാളം വിരൽത്തുമ്പ്. ബനാനിഹി ബി ബനാനി, ബനാൻ എന്ന് പറഞ്ഞാൽ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഖുർആൻ പറഞ്ഞില്ലേ, പരലോകത്ത് നാളെ മരിച്ചു കഴിഞ്ഞിട്ട് അല്ലാഹ് പുനർജന്മം നൽകുമോ? അതിന്റെ മറുപടിയാണ്, നൽകുന്ന മാത്രമല്ല നിങ്ങളുടെ ഫിംഗർ പ്രിന്റും ഞാൻ അതുപോലെ ഉണ്ടാക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഇതിലെന്തോ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഫിംഗർ പ്രിന്റും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അത് സാധിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു സംഭവത്തിലേക്ക് അള്ളാഹുവിൻ്റെ ആയത്തിൽ വന്ന പരാമർശം ബനാൻ, ബനാന. ബനാന എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മൗസായി, പഴായി. ഇതല്ല, ബനാനഹു, അതാണ് ബനാന എന്ന് നമ്മൾ വഖഫ് ചെയ്യുക. ആയത്ത് ഇങ്ങനെ ചില സദസ്സിൽ ഓതും, ഭയങ്കര ആശയമുള്ള ആയത്താണ്. മലയാളത്തിൽ എങ്ങനെ പറഞ്ഞാലും നമുക്ക് മുഴുവനാവില്ല, എന്നാലും നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യന്തളിറു വമാ ബദ്ദലൂ തബ്ദീലാ. മിനൽ മുഅ്മിനീന റിജാൽ, സത്യത്തിൽ ചില ആൺകുട്ടികളുണ്ട്, ചില പുരുഷന്മാരുണ്ട്. സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അല്ലാഹുവിനോട് എന്താണോ അവർ സത്യം ചെയ്തു പറഞ്ഞത്, സത്യസന്ധമായി പറഞ്ഞത്, അതവർ പുലർത്തിയിരിക്കും, അത് ചെയ്തിരിക്കും. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, ചില ആളുകൾ അവരുടെ ഊഴം തീർത്തു കഴിഞ്ഞു. വമിൻഹും മൻ യന്തളിർ, ചില ആളുകൾ ഊഴം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. വമാ ബദ്ദലൂ തബ്ദീലാ, അവരുടെ സത്യസന്ധമായ തീരുമാനത്തിൽ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇത് മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബി അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ധമായ ഒരു വാക്കാണ്. ബദർ നഷ്ടമായി, ഇനി ഒരു അവസരം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ കഴിവ് അല്ലാഹുവിന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് ഉഹദിൽ കാണിച്ചു കൊടുത്ത് യാത്ര പോയതിനെ കുറിച്ചാണ് അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ ഈ ആയത്ത് ഇറക്കിയത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. സത്യമേ വിജയിക്കൂ, സത്യമേ വിജയിക്കൂ. അതിൽ ഏറ്റവും അവസാനമായി ചേർത്ത് പറയാനുള്ള ഒരു സംഭവം മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നമുക്കറിയുമല്ലോ ഒരു കാലഘട്ടത്തിൽ ഇൽമിന്റെ വിലായത്തിന്റെ അള്ളാഹുവിന്റെ മഅരിഫത്തിന്റെ വെളിച്ചം കൊണ്ട് ലോകത്തെ പ്രഭാപൂരിതമാക്കിയ, ഇറാഖ് കണ്ട, ലോകം കണ്ട ആരിഫീങ്ങളുടെ നേതാവ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവൻ. യാ അല്ലാഹ്, കൊച്ചുകുട്ടിയായിരുന്ന സമയം 40 വെള്ളി നാണയങ്ങളുമായി 40 ദീനാറുമായി ഇൽമ പഠിക്കാനുള്ള യാത്രയിലാണ്, ബഗ്ദാദിലേക്കുള്ള യാത്രയിലാണ് ബഹുമാനപ്പെട്ടവർ. ആ യാത്രയിൽ കള്ളന്മാർ, കൊള്ളക്കാർ, വഴി തടഞ്ഞു വെക്കുന്ന ആളുകള് കയ്യിലുള്ള മുഴുവൻ സാധനവും തട്ടിപ്പറിച്ചെടുക്കുമ്പോ 10-12 വയസ്സുള്ള കൊച്ചുമോനോട് അവര് ചോദിച്ചു, മോനെ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഉടനെ പറഞ്ഞു 40 ദീനാറുണ്ട്. ഇതെന്തു കഥ? നീ ഞങ്ങളെ കളിയാക്കുകയാണോ? ഇങ്ങനെ ആരെങ്കിലും പറയോ കള്ളന്മാരോട് കയ്യിലുള്ള കാശ് എത്രയുണ്ടെന്ന്? അപ്പൊ കുട്ടി പറഞ്ഞു, എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് മോനെ നുണ പറയരുത് എന്ന്, അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു. ആ 40 വെച്ചിരിക്കുന്ന ഇടം ഇന്ന ഇടമാണ്, എൻ്റെ കുപ്പായത്തിന്റെ താഴെ എൻ്റെ ഉമ്മ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കൊള്ളക്ക് വേണ്ടി വന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് ഈമാൻ കയറുന്നത്. ഒരു ഉമ്മയോട് കൊടുത്ത വാക്ക് പാലിക്കുന്ന ഈ കുഞ്ഞ്, ഞാൻ അള്ളാഹുവിനോട് ഒരിക്കലും വാക്ക് പാലിക്കാതെ നടക്കുന്ന ഞാനും എവിടെ കിടക്കുന്നു?
അതുകൊണ്ട് മോനെ, നീ എൻ്റെ സയ്യിദാണ്, നീ എൻ്റെ നേതാവാണ്, നിന്റെ കരങ്ങളാൽ എനിക്ക് ഹിദായത്ത് ലഭിച്ചു, ഞാൻ ഇന്നു മുതൽ മോഷണം നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള ജൂനിയർ കള്ളന്മാർ മുഴുവനും അൻച കബീറുനാ ഫിത് തൗബ, നിങ്ങൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തൗബയിലെ നേതാവും നിങ്ങളാണ്, മോഷണത്തിന്റെ നേതാവ് നിങ്ങളായിരുന്ന പോലെ ഞങ്ങളും നന്നാവുകയാണെന്ന് പറഞ്ഞ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനപ്പെട്ടവരുടെ കൈകളാൽ ആ കൊള്ള സംഘം തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുകയുണ്ടായി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സത്യസന്ധതയിൽ ജീവിക്കാൻ നമ്മളെയും മക്കളെയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ, ഉപ്പമാരെ, പിഞ്ചുമക്കൾ 3-4 വയസ്സ് മുതൽ വർത്തമാനം പറഞ്ഞു തുടങ്ങുന്ന സമയം മുതൽ നുണ പറഞ്ഞാൽ അവരെ തിരുത്തി കൊടുക്കണം. അവർക്കൊരു പക്ഷേ നുണയാണെന്ന് പോലും അറിയാത്ത പ്രായമാണ്. ഒരു 5-6 വയസ്സ് വരെ അവർക്കറിയില്ല പറയുന്നത് നുണയാണെന്ന്. അവർക്കത് പറയാൻ പറ്റുമെന്ന് അവർ വിചാരിക്കുക. പക്ഷേ തിരുത്തി കൊടുക്കണം, പറയരുത് എന്ന് പറയണം. അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണം. സത്യമേ പറയാവൂ, ഉള്ളതുപോലെ പറയാവൂ എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ അച്ചടക്കം അവർക്ക് സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല മാതാപിതാക്കളായി മക്കൾക്ക് തർബിയത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാ അല്ലാഹ്, നമ്മൾ നേരത്തെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ചരിത്രം പറഞ്ഞിരുന്നു അല്ലേ? ഹജ്ജാജ് ഇബ്നു യൂസുഫ് 2 മക്കളെ കൊല്ലാൻ വേണ്ടി വാപ്പയെ വിളിച്ചില്ലേ? അത് ബിശ്ർ ബിൻ ഹാരിസ് തങ്ങളല്ല, അത് റിബഈ ഇബ്നു ഹിറാഷ് തങ്ങളാണ്. എനിക്ക് തെറ്റിപ്പോയതാ. റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അഹദു താബിഈൻ, കിബാരി താബിഈങ്ങളിൽപ്പെട്ട ആളാണ് മഹാനായ അല്ലാമ റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. കറാമത്തുകൾ കാണിച്ച താബിഈ കൂടിയാണ് മഹാനവറുകൾ. അദ്ദേഹത്തിന്റെ മക്കളെയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊല്ലാൻ വേണ്ടി ചോദിച്ചതും എൻ്റെ മക്കൾ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞതും. അതാരല്ല? ബഹുമാനപ്പെട്ട ബിശ്ർ ബിൻ ഹാരിസ് അൽ ഹാഫി തങ്ങളല്ല, റിബഈ ഇബ്നു ഹിറാഷ് തങ്ങളാണ്. സത്യസന്ധതയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പോലും പറഞ്ഞു, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഇങ്ങനെ നിങ്ങൾ സത്യം പറഞ്ഞില്ലേ, എന്നാൽ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും ഞാൻ മാപ്പ് നൽകിയിരിക്കുകയാണ്. യാ അല്ലാഹ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരും അവരുടെ താബിഈങ്ങളും അവരിൽ നിന്ന് തലമുറയായി കൈമാറിപ്പോന്ന സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നന്മയുടെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈപിടിക്കുമ്പോഴാണ് നമ്മുടെ തലമുറ നന്നാകുന്നത്, നമ്മുടെ വീട്ടുകാർ നന്നാവുന്നത്, നമ്മുടെ മക്കൾ നന്നാവുന്നത്. ലഹരിയുടെയും മദ്യത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും ഒരു തരത്തിലുള്ള മായാലോകത്ത് യൗവനം തളച്ചിടപ്പെടുകയോ തകരുകയോ ചെയ്യുമ്പോൾ സത്യസന്ധമായ ജീവിതം കൊണ്ട് ഒരു മാതൃക തീർക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. മക്കളോട് സത്യം പറയണേ എന്ന് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ആദ്യമായി സത്യം പറയുന്നത് നമ്മളായിരിക്കണം. അതുകൊണ്ടാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയാൻ കാരണം. മക്കളെ നന്നാക്കി തരണേ, ഭാര്യയെ നന്നാക്കണേ എന്ന് പറയുമ്പോൾ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അവർക്കെല്ലാം തഖ്വ ഉണ്ടാകുമ്പോൾ ആ തഖ്വയിൽ ഇമാമായി നിൽക്കാൻ കഴിയുന്ന, മാതൃകയാകാൻ പറ്റുന്ന ആള് ഞാനാവണേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു സത്യസന്ധതയിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വ്യഭിചാരം ചെയ്തതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങി. നുണ പറഞ്ഞില്ല, സത്യം പറഞ്ഞു. ഞാൻ വ്യഭിചരിച്ചു നബിയെ, എന്നെ ശുദ്ധിയാക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു. ആ തൗബയെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്, വല്ലാഹി ലഖദ്